എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് 2025 നവംബർ മാസം 2-ാം തീയതിയോടുകൂടി ശുക്രൻ്റെ സ്വക്ഷേത്രത്തിലേക്കുള്ള രാശിമാറ്റവും നവംബർ മാസം 1-ാം തീയതി മുതലുള്ള ജ്യോതിഷ ഫലങ്ങളുമാണ് ഇന്ന് പറയുന്നത്. നമ്മളിവിടെ 2 ക്യാമറ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമ്മുടെ ദൃഷ്ടി രണ്ടിടത്തോടൊപ്പം മാറി മാറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ഒരു പ്രത്യേക രീതിയിൽ കൂടിയാണ് ജ്യോതിഷം പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, വ്യക്തമായി ജ്യോതിഷം മനസ്സിലാവുന്ന രീതിയിൽ, വേറെ ഒരു ജ്യോതിഷവും നോക്കേണ്ടത് വരാത്ത രീതിയിലും കൂടി ചേർത്താണ് ഒരു ഫലം പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് രാശിക്കാർക്ക് ഒരുപാട് ദോഷങ്ങൾ വന്നതിൻ്റെ ഒരു കാര്യം പറഞ്ഞു. ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്ന ഒരവസ്ഥ, ആദിത്യൻ നീചരാശിയിൽ നിൽക്കുന്ന അവസ്ഥ എന്നുള്ള ഒരു ഭാവം വന്നതുകൊണ്ട് ആർക്കും ഒരു പ്രത്യേക ഗുണം പറയാൻ പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു ജ്യോതിഷത്തിൻ്റെ ഫലം. എന്നാൽ അത് പാടെ മാറിക്കൊണ്ട് ഒരുപാട് പേർക്ക് അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങൾ, ധനയോഗങ്ങൾ, മഹാഭാഗ്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും എല്ലാം വന്നു ചേരുന്ന ഒരു മാസത്തിൻ്റെ ഒരു തുടക്കം 2025 നവംബർ മാസം 2-ാം തീയതി മുതൽ നമുക്ക് ആരംഭിക്കും എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് ഇന്ന് നോക്കിയതിൽ നിന്നും മനസ്സിലാകുന്നത്. അപ്പോൾ പൊതുവിലുള്ള ജ്യോതിഷപരമായിട്ട് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അത് പെട്ടെന്ന് പറഞ്ഞു തരാൻ എന്ന രീതിയിലാണ് ഇന്നെല്ലാം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് ഈ വീഡിയോ ഈ ചാനൽ കാണുന്ന ആളുകൾക്ക് കൂടി ഇത് മനസ്സിലാക്കണം. ഒരുപാട് ദിവസം, എല്ലാ ദിവസവും ഒരു 500-ൽ പരം ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പം ഏകദേശം 56,000-അടുത്ത് വരെ ആളുകളായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ, നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ എനിക്കിത് കാണണം എന്ന് താല്പര്യമുള്ളവർ മാത്രം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്തൊരു കാരണവശാലും സബ്സ്ക്രൈബ് ചെയ്യേണ്ട. വരുമ്പോൾ ഇഷ്ടമുള്ളപ്പോൾ വന്നപ്പോൾ നമുക്ക് കണ്ടാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ചെയ്യേണ്ട. കാരണം സബ്സ്ക്രിപ്ഷൻ കൂടിയിട്ട് ചാനലിൽ വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഗുണമില്ലാത്ത അവസ്ഥ വരും. നമ്മളിത് മോണിറ്റൈസേഷൻ ചെയ്യുകയോ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ പണം വാങ്ങിയിട്ടുള്ള പരിപാടികളോ അല്ല. ഇതൊരു ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഒരു ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന രീതിയിൽ ചെയ്യുന്നു. ഒരുപാട് പേര് എന്നെ വിളിക്കുകയും വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചിട്ട് എന്താ ഇന്ന് വീഡിയോ ചെയ്യാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം വരുന്നുണ്ട്. അപ്പം പൊതുവിൽ ഞങ്ങൾ മാത്രമല്ല, വേറെ 3-4 ജ്യോതിഷന്മാർ ഇവിടെ മുന്നിലുണ്ട്. അവർക്കാർക്കും ഇങ്ങനെ വീഡിയോ വന്ന് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ അവർക്കില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്നെയാണ് ഈ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ എല്ലാവരുടെ കൂട്ടായി എടുക്കുന്ന ഒരു തീരുമാനം കൂടി ഇവിടെ ചേർത്തുകൊണ്ടുള്ള ഒരു ജ്യോതിഷ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാം അങ്ങനെ കൂട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ട് പറയാവുന്ന ധനത്തിന്റെ കാരകനായിട്ടുള്ള, എല്ലാ സുഖഭോഗങ്ങളുടെയും കാരകനായിട്ടുള്ള, അസുരന്മാരുടെ ആചാര്യനായിട്ടുള്ള ശുക്രാചാര്യർ സ്വക്ഷേത്രം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ശുക്രന്റെ ഇത് മൂലക്ഷേത്രം, ഇത് സ്വക്ഷേത്രം. അപ്പൊ മൂലക്ഷേത്രമായിട്ടുള്ള തുലാം രാശിയാണിത്. ഈ തുലാം രാശിയിലേക്ക് നവംബർ മാസം 2-ാം തീയതി കടക്കുന്നതോടുകൂടി ഏകദേശം 6-ൽ പരം രാശിക്കാർക്കും ഏകദേശം 20-ൽ പരം നക്ഷത്രക്കാർക്കും അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളും ധനയോഗങ്ങളും ഈ പറഞ്ഞ ഫലങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയാണത് വരാൻ പോകുന്നതെന്നും പ്രാഥമികമായിട്ട് നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ജാതകം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടും കൂടി ഒരു കാര്യം പെട്ടെന്ന് പറഞ്ഞ ശേഷം ഉടൻ തന്നെ നമ്മൾ ഈ വീഡിയോയിലേക്ക് തിരികെ വരികയാണ്. ഇപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ, ഇവിടെ ചന്ദ്രൻ വരുന്നവർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ രാശി മേടമായിരിക്കും, നിങ്ങൾ മേടക്കൂറുകാരനായിരിക്കും. ഇത് മേടം. കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തിന്റെ അര വരുന്നവർക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ വരുന്നത്, നിങ്ങൾ ഇടവക്കൂറുകാരായിരിക്കും. അതുപോലെ മകേരത്തിന്റെ അരയും തിരുവാതിരയും പുണർത്തത്തെ മുക്കാല് വരുന്നവർ നിങ്ങൾ മിഥുനമായിരിക്കും, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് പുണർത്തത്തിൽ കാല്, പൂയ, ആയില്യം വരുന്ന കർക്കിടകക്കൂറുകാർ, ഇത് കർക്കിടക രാശിയാണ്, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. മകം, പൂര, ഉത്തരത്തിക്കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്, നിങ്ങൾ ചിങ്ങക്കൂറുകാരനായിരിക്കും. ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരേരയും വരുന്ന നിങ്ങൾ കന്നിക്കൂറുകാരായിരിക്കും, നിങ്ങൾക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. അടുത്തതായിട്ട് ചിത്തിരേരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലും നക്ഷത്രക്കാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്, നിങ്ങൾ തുലാക്കൂറുകാരായിരുന്നു മനസ്സിലാക്കണം. അതുപോലെ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്നവർ നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്, നിങ്ങൾ വൃശ്ചികക്കൂറുകാരനാണെന്ന് മനസ്സിലാക്കണം. മൂലം, പൂരാട, ഉത്രാടം നക്ഷത്രക്കാർ മനസ്സിലാക്കണം, ഞാൻ ധനുക്കൂറുകാരനാണെന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും വരുന്നത്. ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും, നിങ്ങൾ വരുന്നത് മകരക്കൂറുകാരായിരിക്കും. അതുപോലെ അവിട്ടത്തിന്റെ അരയും ചതയും പൂരുരുട്ടാതി മുക്കാല് വരുന്നവർ മനസ്സിലാക്കണം, ഞാൻ കുംഭക്കൂറുകാരനാണ്, എൻ്റെ ചന്ദ്രൻ ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അതുപോലെ തന്നെ പൂരുരുട്ടാതികൾ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും, നിങ്ങൾ മീനക്കൂറുകാരനാണെന്ന് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ജ്യോതിഷം കണ്ടാൽ
ഏതറിയാൻ വയ്യാത്ത ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ ജ്യോതിഷം എല്ലാ വീഡിയോയും ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാകുന്നു എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തിയിട്ട് കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മേടൻ രാശിക്കാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികാലുകാരുടെ ചന്ദ്രലഗ്നാധിപൻ ചൊവ്വയാണെന്നും ചൊവ്വ നിങ്ങൾക്കിപ്പോൾ വൃശ്ചികത്തിലാണ് നിൽക്കുന്നത്, അഷ്ടമരാശിയിലുള്ള വൃശ്ചികത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. അതിൻ്റെ ഒരു ഫലസിദ്ധി നമ്മൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. അടുത്തതായിട്ട് കാർത്തിക മുക്കാലി രോഹിണി മകരത്തരക്കാരായിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. ഈ ശുക്രനാണ് ഇപ്പോൾ സ്വക്ഷേത്രത്തിൽ മൂലക്ഷേത്രത്തിലേക്ക് ബലവാനായിട്ട് വരാൻ പോകുന്നത് നവംബർ മാസം 2-ാം തീയതി എന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ എപ്പോഴും ശുക്രൻ തന്നെയായിരിക്കും. മകേരത്തിൻ്റെയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാൽ വരുന്ന മിഥുന കൂറുകാരായിട്ടുള്ള നിങ്ങളുടെ ചന്ദ്രലഗ്നത്തിന്റെ അധിപൻ ബുധനാണ്. ബുധൻ നിങ്ങൾക്കിപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് ദോഷസ്ഥാനത്താണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ട് പുണർത്തത്തിൽ കാല് പൂയ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ചന്ദ്രൻ തന്നെയാണെന്നും ചന്ദ്രൻ ഇങ്ങനെ 28 ദിവസം കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമെന്നും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇച്ചിരി അലച്ചിലും കഷ്ടപ്പാടും ഇച്ചിരി കൂടുതലായിട്ട് വരുന്നൊരു നക്ഷത്രക്കാരാണ് പുണർത്തത്തിൽ കാല് പൂയ ആയില്യക്കാർ. അടുത്തതായിട്ട് മകം പൂർവോത്തരത്തിക്കാലുകാർ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ സൂര്യനാണെന്നും സൂര്യൻ ഇപ്പോൾ നീചരാശിയായിട്ടുള്ള തുലാൻ രാശിയിൽ സഞ്ചരിക്കുകയാണെന്നും മനസ്സിലാക്കണം. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന കന്നിക്കൂറുകാരൻ മനസ്സിലാക്കുന്നു, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ബുധനാണ്. ഈ ബുധൻ ഇപ്പോൾ നിൽക്കുന്നത് 3-ാം ഭാവത്തിലാണ് എനിക്ക് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അടുത്തത് ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാല് വരുന്ന തുലാക്കൂറുകാരൻ മനസ്സിലാക്കുന്നു, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. ആ ശുക്രൻ എൻ്റെ അടുത്തേക്ക് വരുന്നു, വർഷത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ. ഇപ്പോൾ വന്നിട്ടുണ്ട്, വരാൻ പോകുന്നു നവംബർ മാസം 2-ാം തീയതി. തുലാക്കൂറുകാരൻ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ശുക്രനാണ്. ശുക്രൻ ദാ ഇങ്ങോട്ട് വരാൻ പോകുന്നു. അടുത്തതായിട്ട് വിശാഖത്തിൽ കാലും അനുഴവും തൃക്കേട്ടയും വരുന്ന നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപൻ ചൊവ്വയാണെന്നും ചൊവ്വ നമുക്ക് ഇവിടെ തന്നെ നിൽപ്പുണ്ടെന്നും മനസ്സിലാക്കണം. അടുത്തത് മൂലപൂരാണ് ഉത്രാടത്തിൽ കാല് മനസ്സിലാക്കണം, എൻ്റെ ധനുക്കൂറാണെന്നും എൻ്റെ ചന്ദ്രലഗ്നാധിപൻ വ്യാഴമാണെന്നും ഈ വ്യാഴം എനിക്കിപ്പോൾ അഷ്ടമരാശിയിലാണ്, ദോഷത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാരൻ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ശനിയാണെന്നും ഈ ശനി ഇപ്പോൾ 3-ലാണ് നിൽക്കുന്നത്, 3-ാം ഭാവം കുടുംബസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിട്ടത്തിൻ്റെ അരയും ചതയം പൂരുരട്ടാതി മുക്കാലും കുംഭക്കൂറുകാരൻ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ ശനിയാണ്. ഈ ശനി ഇപ്പോൾ എനിക്ക് ധനസ്ഥാനമായ 2-ാം സ്ഥാനത്ത് സഞ്ചരിക്കുകയാണെന്നും പൂരുരട്ടാതികാൽ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരായിട്ടുള്ള മീനക്കൂറുകാരൻ മനസ്സിലാക്കണം, എൻ്റെ ചന്ദ്രലഗ്നാധിപൻ വ്യാഴമാണെന്നും വ്യാഴം ഇപ്പോൾ എനിക്ക് ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് നിൽക്കുകയാണെന്നും മനസ്സിലാക്കണം. പെട്ടെന്ന് തന്നെ 12 കൂറുകാരുടെയും 27 നക്ഷത്രക്കാർക്കും ഒറ്റ നോട്ടത്തിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഒരുവിധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഈ ജ്യോതിഷം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതൽ ഇട്ടടിച്ച് അശ്വതി ഭരണി കാർത്തിക എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ട് നിന്ന് ഇഴയുന്ന പരിപാടി ഇല്ലാത്ത രീതിയാണ് നമ്മൾ ജ്യോതിഷം നോക്കുന്നത്. കാരണം ഇത് പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടി അല്ലാത്തതുകൊണ്ടും ഭക്തജനങ്ങൾക്കായിട്ടുള്ളവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാനും ഈ മാസത്തെ ഫലസിദ്ധി അറിയാനും വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇനി നമ്മൾ പോയിന്റിലേക്ക് വരാൻ പോവാണ്. ശുക്രന്റെ മാത്രമാണ് രാശിമാറ്റം ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ ആദ്യം വരാൻ പോകുന്നത്. പിന്നെ അവസാനത്തോടുകൂടി നവംബർ മാസം 26-ാം തീയതിയോടുകൂടി നവംബർ മാസം 16-ാം തീയതിയോടുകൂടിയും അതുപോലെ നവംബർ 27-ാം തീയതിയോടുകൂടിയും ബുധനും ശുക്രനും ആദിത്യനും വീണ്ടും മാറ്റമുണ്ട് നവംബർ മാസത്തിൽ. അതായത് വൃശ്ചിക മാസം തുടങ്ങിയിട്ടേ മാറ്റമുള്ളൂ. അപ്പോൾ വൃശ്ചിക 1-ാം തീയതി സൂര്യൻ നമുക്കറിയാൻ പറ്റുന്നു നീചം വിട്ട് വൃശ്ചികൻ രാശി മുതൽ അങ്ങോട്ട് പോകാൻ പോവുക. അതാണ് നമുക്ക് മണ്ഡലകാലം എന്ന് പറയും. മണ്ഡലകാലം വൃശ്ചിക 1 മുതൽ മണ്ഡലകാലം ആരംഭിക്കും. അപ്പോൾ മണ്ഡലകാലത്തെക്കുറിച്ച് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് വീണ്ടും പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ 8 ഇരട്ടി അപ്പുറമാണ് ശുക്രന്റെ ബലം, ശുക്രന്റെ ഫലം. ശുക്രൻ ഒരു ജാതകത്തിൽ, നിങ്ങളുടെ ജാതകത്തിൽ പ്രതികൂലമായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ അനുഭവിക്കാത്ത ദുരിതങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ശുക്രൻ അനുകൂലത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ തുല്യമായി നിങ്ങളുടെ ജീവിതകാലത്തിൽ മരണം വരെ രാജാവായിട്ട് ജീവിക്കും. എന്ന് വെച്ചാൽ ഒരു ദുഃഖവും സുഖവും അല്ലലും അറിയാതെ ജീവിക്കുക എന്ന് പറയും. രാജയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ രാജാവാകുമെന്നല്ല എൻ്റെ അർത്ഥം. രാജതുല്യമായ സുഖഭോഗങ്ങളും സൗകര്യങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ശുക്രനെ കൊണ്ട് നമ്മൾ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിശയിച്ചു പോകും. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടെ ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ എഴുതി വെച്ചിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത്, എല്ലാ ഗ്രന്ഥവും. കാരണം ഇതൊക്കെ പറയാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. ദക്ഷിണാമൂർത്തി സ്വാമി എന്ന് പറഞ്ഞ സംഗീതജ്ഞനായിട്ടുള്ള ഒരാൾ പറഞ്ഞ് സംഗീതത്തിന്റെ മറുകര കണ്ട ദക്ഷിണാമൂർത്തി സ്വാമിയെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുന്നു പറയുമ്പോൾ അവിടെ നിർത്താൻ പറഞ്ഞു. ആര് മറുകര കണ്ടത്, നിന്നോട് ആര് പറഞ്ഞെന്ന് ചോദിച്ചു.
36,000 കീർത്തനങ്ങളും ശ്ലോകങ്ങളും കീർത്തനങ്ങളും കിടക്കുന്ന നടുക്കടലിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുത്ത് നിൽക്കുന്ന നമ്മളോട് നിങ്ങൾ എല്ലാം അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ഞാനാണ് ഇതിൻ്റെ മറുകര കണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. അപ്പം അങ്ങനെയല്ല. അതുപോലെ തന്നെ ജ്യോതിഷം, നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ, ശാസ്ത്രങ്ങൾ, ഹോരാശാസ്ത്രങ്ങൾ അങ്ങനെ ഒരുപാട് കിടക്കുകയാണ്. അതിൻ്റെ ഒരു മൂലയ്ക്ക് നിന്നുകൊണ്ടാണ് നമ്മളിതിന് പറയാൻ പറ്റത്തുള്ളൂ, ഏതൊരു ജ്യോതിഷനും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം മറുകര കണ്ട, ശാസ്ത്രത്തിൻ്റെ മറുകര കാണാൻ കഴിഞ്ഞവരുണ്ടായിരുന്നു, അവർ ഇപ്പോഴില്ല. ഋഷീശ്വരന്മാരുണ്ടായിരുന്നു, അവരാണ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് കൃത്യമായ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നോക്കി പറയാം, അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ശുക്രന്റെ ഫലസിദ്ധികൾ: സൗന്ദര്യം, ഭാര്യ, ലൗകിക സുഖം, മഥനകാര്യങ്ങൾ, ആഭരണം, അലങ്കാരം, ശയനസുഖം, ശൃംഗാരം, സംഗീതം, ചിത്രകല, അഭിനയം, കാവ്യകല, പ്രണയബന്ധങ്ങൾ, ലൈംഗിക ആസക്തി, രജോഗുണം, വിവാഹം, മധുരപ്രിയത്വം, ലഹരിപാനീയം, ലൈംഗിക രോഗങ്ങൾ, വസ്ത്രങ്ങൾ, കണ്ണുകളിലെ തിളക്കം, സുഗന്ധവസ്തുക്കൾ, അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി, യക്ഷി, വജ്രം, വിവിധ വർണ്ണങ്ങൾ, ശയനമുറി, വശീകരണ ശക്തി, വേശ്യാസ്ത്രീ, ജനനേന്ദ്രിയം, വെളുത്ത പൂക്കൾ, വ്യഭിചാരം, രഹസ്യ പ്രവൃത്തികൾ, നൃത്തം, കഫം, വാദം, പ്രകൃതി, സ്ത്രീശക്തി, സംഗീത ഉപകരണങ്ങൾ, സ്വർണം, വെള്ളി, ചന്ദനം, മുലപ്പാൽ, വാഹനസുഖം തുടങ്ങിയവയാണ് ശുക്രന്റെ ഫലസിദ്ധികൾ എന്ന് പറയുന്നു ഈ ഗ്രന്ഥം. അപ്പോൾ ഇത് പറയുമ്പോൾ നിസ്സാരമല്ല, അവരും സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല. ഈ ഓരോ ഗ്രന്ഥങ്ങളിൽ നിന്നും അതിൽ നിന്നും ആധികാരികമായി എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ശുക്രൻ എവിടെ നിൽക്കുന്നു? തുലാൻ രാശിയിൽ നിൽക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഫലസിദ്ധി എന്ന് പറഞ്ഞാൽ, ശുക്രൻ നിൽക്കുന്ന രാശിയും അതിൻ്റെ കേന്ദ്രഭാവവും അതിൻ്റെ 5, 9 ഭാവങ്ങളിൽ നിൽക്കുന്നവർക്കാണ് ശുക്രന്റെ ബലം എപ്പോഴും ഉണ്ടാകുന്നത്. ആദ്യം മനസ്സിലാക്കണം. കന്നി രാശിയിൽ ഒരു വർഷത്തിലൊരിക്കൽ ഇദ്ദേഹം വരും. ഇപ്പൊ ശുക്രൻ ഇവിടെയാണ്, നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം ശുക്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഞാൻ നവംബർ 2-ാം തീയതി ഇങ്ങോട്ട് മാറുന്നതിനെയാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ 365 ദിവസത്തിലെ 30 ദിവസത്തിനകം വരുന്ന 25 ദിവസത്തിനകം ശുക്രൻ ഒരു നീചഭാവത്തിൽ പോകുന്ന ഒരു മാസത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഈ ശുക്രൻ നീചരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ഇനി ശുക്രൻ ഇവിടെ നിൽക്കുന്നു, തുലാൻ രാശിയിൽ നിൽക്കുന്നു. നിങ്ങൾ എണ്ണി നോക്കിക്കുക. 1, 2, 3, 4-ാമത്തെ ഭാവം ഇവിടെ 4. ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? അവിട്ടത്തിന്റെ അരയിഞ്ച് അതേം പൂരുരുട്ടാതി മുക്കാലുകാർക്ക് ഒരു ഗുണഫലം വരാൻ പോകുന്നു ശുക്രന്റെ മാറ്റത്തെ കൊണ്ട്. അടുത്തതായിട്ട് 4, 7-ാമത്തെ ഭാവം എണ്ണണം. 1, 2, 3, 4, 5, 6, 7-ാമത്തെ ഭാഗം ഇവിടെ വരും. അവിടെ അശ്വതി, ഭരണി, കാർത്തിക കാല് വരും. അവർക്കും ഒരു അനുകൂല ഗുണം വരാൻ പോകുന്നു. 10-ാം ഭാവം കർക്കിടകൻ രാശി വരും. കർക്കിടകത്തിൽ ആരൊക്കെയാണ് വരുന്നത്? പുണർദത്തിൽ കാല്, പൂയ, ആയില്യം. 10-ാം ഭാവം കേട്ടോ. ശുക്രൻ നിൽക്കുന്ന രാശിയും അതിന്റെ കേന്ദ്രഭാവങ്ങളിലും നിൽക്കുന്നവർക്കും ശുക്രന്റെ ഒരു ഗുണം എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ശുക്രൻ ഇവിടെ വരുമ്പോഴത്തേക്കിന് അതിന്റെ 4-ാം ഭാവം ഇവിടെയാകും, 7-ാം ഭാവം ഇവിടെയാകും. ഇവിടെ വരുമ്പോഴത്തേക്കിന് 4-ാം ഭാവം ഇവിടെയാകും. 1, 2, 3, 4, 5, 6, 7 ഇവിടെ വരും. ശരിയാ. അപ്പം 4, 7, 10 ഇങ്ങനെ മാറി 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 വരും, നമ്മുടെ സൂര്യന്റെ ഉദയം വരുന്ന പോലെ. ഇപ്പോൾ 1-ാമത്തെ ഭാവം തുലാം ഭാവം, മകരം, മേടം, കർക്കിടകം, ഇത്രയും രാശിക്കാർക്ക് ഒരു മാറ്റം. 2-ാമത്തത് 1, 2, 3, 4, 5 ഇവിടെ നിൽക്കുന്നവർക്കും ഗുണമുണ്ടാവും. ഔട്ടത്തിന്റെ അരയിഞ്ച് അതേ പൊരുരുട്ടാതി മുക്കാലുകാർക്കും ഗുണമുണ്ടാകും. അടുത്തതായിട്ട് 9 ഇവിടെ വരും. മിഥുനം, മകേരത്തിന്റെ അര, തിരുവാതിര, പുണർദത്തിന് മുക്കാല് വരുന്നവർക്കും എന്തുണ്ടാകും? ഗുണമുണ്ടാവും. അടുത്ത ഒരു പോയിന്റ് വരുന്നത് ഇവർക്കാണ്, നീചത്തിൽ നിൽക്കുന്ന കന്നി രാശിക്കാർക്കാണ്. ഇവരുടെ ധനത്തിന്റെ അധിപനാണ് എപ്പോഴും ഉത്രത്തെ മുക്കാലും അത്തവും ചിത്തിര അര വരുന്ന കന്നിക്കൂറുകാർക്ക് ശുക്രൻ ധനസ്ഥാനത്ത് വരികയാണ്. അപ്പം 1, 2, 3, 4, 5, 6 രാശിക്കാർ ഇപ്പോൾ തന്നെയായി. 1, 2, 3, 4, 5, 6, 7 രാശിക്കാരായി. അപ്പം ഇത്രയും രാശിക്കാർക്ക് ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് ഗുണമുണ്ടാവും. ഒന്നുകൂടെ പറഞ്ഞു തരാം. തുലാൻ രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്ക്, കുംഭൻ രാശിക്കാർക്ക്, മേടൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, കർക്കിടകൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്. അപ്പോൾ 1, 2, 3, 4, 5, 6, 7 രാശിക്കാർക്ക്. 7 രാശിയിൽ വരുന്ന എത്ര? 2.25 നക്ഷത്രത്തോളം വരും. ഏകദേശം 10-20 നാളുകൾക്ക് അതിൻ്റെ ഗുണം വരാൻ പോവുകയാണ്. അത് കാര്യമാണ് വിശദമായിട്ട് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഒരു കാര്യം ചിന്തിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തുലാം കൂറിൽ വരുന്ന ആരൊക്കെയാണ്? ചിത്തിര അരയും ചോതിയും വിശാഖത്തിൽ മുക്കാലുകാർക്ക് ശുക്രൻ വർഷത്തിലൊരിക്കൽ തുലാം രാശിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ധനപുരോഗതി, ഐശ്വര്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ഭാര്യ വരുന്നു, കല്യാണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പോകുന്നു, മംഗല്യം ശരിയാൻ പോകുന്നു,
ഭാര്യയുമായി പിണക്കമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ കാര്യം എന്നൊറ്റ കാര്യമേ ജ്യോതിഷത്തിൽ പറയുന്നുള്ളൂ. ഭാര്യ, സൗന്ദര്യം, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഭാര്യ കുടുംബ സംബന്ധമായിട്ടുള്ള ധനപുരോഗതി ഉണ്ടാകാനും, കല്യാണം നടക്കാത്തവർക്ക് മംഗല്യം നടക്കാനും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കല്യാണം നടക്കാനും, ഭാര്യയുമായി കേസ് വഴക്കുകളോ എന്തെങ്കിലും വിധത്തിലുള്ള കുടുംബ കേസുകളോ അല്ലെങ്കിൽ അതില്ലാതെ നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിൽ മാറ്റം വരാൻ പോകുന്നു. ഭാര്യ കുടുംബപരമായിട്ടുള്ള സൗകര്യങ്ങളും ഗുണകരങ്ങളും ഉണ്ടാകാൻ പോകുന്നു. ആർക്ക്? ഇത്രയും പേർക്കും വിചാരിച്ചോണം. ഇത്രയും പേരുടെ കാര്യം നമ്മൾ ഇവിടുന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഇത്രയും രാശിക്കാരെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് നിങ്ങൾ തന്നെ അറിയാൻ പറ്റും. നിങ്ങളാണെങ്കിൽ ഇത് കാണുന്നെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. അപ്പം സൗന്ദര്യം, ഭാര്യ, ലൗകിക സുഖം വരാൻ പോകുന്നു. അതുപോലെ തന്നെ മദനകാര്യം, ആഭരണം എന്ന് പറഞ്ഞ് മാത്രമേ എഴുതിയിട്ടുള്ളൂ ജ്യോതിഷത്തിൽ, ഗ്രന്ഥത്തിൽ. അതിനെ വ്യാഖ്യാനിച്ച് ആര് പറയണം? നമ്മൾ പറയണം. ആഭരണം എന്ന് പറഞ്ഞാൽ ആഭരണം വാങ്ങാൻ സാധിക്കാൻ പറ്റും, പണയത്തിൽ വെച്ചിരിക്കുന്ന ആഭരണം എടുക്കാൻ പറ്റും. ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ആഭരണം മേടിച്ച് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവരിത് എടുത്തു തരാൻ സാധിക്കും. ആരെങ്കിലും വസ്ത്രാഭരണങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അതുകൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ടൊരു ആഭരണം പറയുന്നില്ലേ? ആഭരണം എന്നാൽ എന്താ? വിവാഹവും കൂടെ പറയാറുണ്ട്. പണ്ട് നമ്മൾ വിവാഹത്തിനല്ലേ ആഭരണങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആഭരണങ്ങൾ, അലങ്കാരങ്ങൾ, ശയനം. അലങ്കാരം എന്ന് വെച്ചാൽ എന്താ? അലങ്കാരങ്ങൾ ഉണ്ടാകുക, ഒരു മോടി പിടിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ശയനം, ഉറക്കം ശരിയാവുക. ഉറക്കപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള നക്ഷത്രക്കാർ നിങ്ങളാകണമെങ്കിൽ നിങ്ങൾക്ക് ആ ശയനം ശരിയാവുക. നൃത്തം എന്ന് എഴുതിയിട്ടുണ്ട്. നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തവുമായി ബന്ധപ്പെട്ട് തൊഴിലുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നൃത്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടത്തുന്ന ഒരുപാട് പേർക്ക് അതിൻ്റെ ഗുണം. ശൃംഗാരം, സംഗീതം, ചിത്രകല, അഭിനയം, സിനിമ, സീരിയല്, നാടകം, ഇതുപോലുള്ള ഏത് രംഗത്തും അഭിനയങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും, കാവ്യകല, പ്രണയബന്ധങ്ങൾ ഉണ്ടാകും. ആർക്കൊക്കെ? ഇത്രയും കൂറുകാരും വിചാരിച്ചോണം. ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ നോട്ട് ചെയ്ത് വീണ്ടും അത് തന്നെ പറയുന്നില്ല. പിന്നെ ശുക്രൻ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ലൈംഗികപരമായിട്ടുള്ള ആസക്തികൾ വർദ്ധിക്കാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. അതുപോലെ രജോ ഗുണം, വിവാഹം, മധുരപ്രിയത്വം, ലഹരികൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി പറയുന്നത്. നല്ലതിനെ എടുക്കുക, മോശത്തെ കളയുക. അതുപോലെ തന്നെ നമുക്ക് വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും നക്ഷത്രക്കാർക്കും ഈ പറയുന്ന ഒരു അനുകൂലമായിട്ടുള്ള സുഖം, വാഹന സുഖം ഉണ്ടാകുന്നു, സ്വർണം, വെള്ളി ആഭരണങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ നമുക്ക് കിടപ്പ് ശരിയാകുന്നു, അതുപോലെ തന്നെ ഉറക്കം ശരിയാകുന്നു. അങ്ങനെയുള്ള ദുരിതങ്ങൾ പറയുന്നത്, ദോഷങ്ങൾ എന്തൊക്കെയാ? ദുരിതങ്ങൾ പറയുന്നത് നമുക്ക് ലൈംഗികപരമായിട്ടുള്ള രോഗ സാധ്യതകൾ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേശ്യ സംബന്ധമായിട്ടുള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് തിരിച്ചും സ്ത്രീകൾക്ക് തിരിച്ചും വരാനുള്ള ഒരു സാധ്യതയും അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ നല്ലതിനെ എടുക്കുക, മോശത്തെ കളയുക എന്നുള്ള ഒരു തത്വമാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അപ്പം ചിത്രയരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് ധനപുരോഗതി, ഐശ്വര്യം, വിവാഹാദി, വസ്ത്ര ആഭരണ ലാഭങ്ങൾ എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സമയമായിട്ട് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ 12 കൂറുകാരുടെയും ഫലസിദ്ധി നമ്മൾ പറയാൻ പോയാൽ ആദ്യം നമുക്ക് ഇവിടെ നോട്ട് ചെയ്ത് പറഞ്ഞ കാര്യം പറഞ്ഞ ശേഷം നമുക്ക് ഈ ബാക്കിയുള്ള കാര്യം കൂടി, അവർക്ക് എങ്ങനെയാണ് ശുക്രന്റെ മാറ്റം വരുന്നത് എന്നും കൂടി പറയാം. അപ്പം ഏറ്റവും അനുകൂലമായിട്ട് വരുന്നത്, പ്രധാനമായിട്ട് വരുന്നത് ചിത്തിരയും ചോദ്യം വിശാഖത്തിൽ മുക്കാൽ വരുന്ന തുലാ കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഫലം. കാരണം ശുക്രൻ നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ എത്തിയിരിക്കുന്നു. ചിത്തിരയ്ക്കാണ് ആദ്യത്തെ ഒരാഴ്ച ഗുണം വരുന്നത്. അത് കഴിഞ്ഞാൽ ചോദിക്കാണ് അടുത്ത ആഴ്ചത്തെ ഗുണം വരുന്നത്. അത് കഴിഞ്ഞാൽ വിശാഖത്തിനാണ്. ആകെപ്പാട് 24 ദിവസം ഇദ്ദേഹം ഇവിടെ ഉണ്ടാകത്തുള്ളൂ. എവിടെ? തുലാം രാശിയിലുണ്ടാകത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇപ്പുറത്തോട്ട് ചാടും, വൃശ്ചികത്തിലോട്ട് മാറും. ഈ മാസം തന്നെ ചാടും, നവംബറിൽ തന്നെ മാറും. 26-ാം തീയതിയോടുകൂടി പുറത്തോട്ട് മാറും. അപ്പം നവംബർ 2 മുതൽ 26 വരെയുള്ള 24 ദിവസത്തെ 3ആയിട്ട് ഭാഗിച്ചുകൊണ്ട് ബാക്കി ചിത്രയരെയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്കും അതിൻ്റെ ഗുണഫലങ്ങളോ ദോഷഫലങ്ങളോ ചിന്തിക്കണം. അപ്പോൾ ഗുണഫലങ്ങളാണെങ്കിൽ ഈ പറയുന്ന ഗുണഫലങ്ങളും, ഈ ഗുണഫലങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം വായിച്ചു, ബുക്കെടുത്ത് വെച്ച് വായിച്ചു. അതിൽ ഗുണമുള്ളതിനെ എടുക്കുക, മോശമുള്ളതിനെ കളയുക എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മകരക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു ദോഷഫലങ്ങൾ, നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോയാൽ ഈ വീഡിയോ ഇവിടെ എങ്ങും നിൽക്കത്തില്ല. നിങ്ങൾക്ക് ദോഷഫലങ്ങൾ നേരത്തെ പറഞ്ഞു. കേതു നിങ്ങൾക്ക് ദോഷസ്ഥാനത്താണ്, ഗണപതി ഹോമം ചെയ്യണം. അതുപോലെ തന്നെ രാഹു 5-ാം ഭാവം മനസ്ഥാനം, സന്താന സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് സന്താനങ്ങളുടെ പേരിൽ നാഗപ്രീതി വരുത്തണം എന്നൊക്കെ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനും എങ്കിലും ചെറുതായിട്ടൊന്ന് നോട്ട് ചെയ്ത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം മകരക്കൂറിൽ വരുന്ന ആരൊക്കെ? അവിട്ടത്തിൻ്റെ ആരെയും ചതയം പൂരരുട്ടാതി ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്ന മകരക്കൂറുകാരിൽ ശുക്രൻ നിങ്ങൾക്ക് എവിടെ വരുന്നു എന്ന് ആദ്യം ചിന്തിക്കണം. നിങ്ങളുടെ യോഗകാരകനും കൂടിയാണ് ശുക്രൻ, യോഗത്തിന്റെ കാരകൻ. ആർക്ക്? നിങ്ങൾക്ക് മകരക്കൂറുകാർക്ക് ശുക്രൻ എവിടെയാണ് വരാൻ പോകുന്നത്? കർമ്മ രാശിയിൽ. കർമ്മം എന്ന് വെച്ചാൽ തൊഴിൽ, കർമ്മരാശിയിൽ വരുന്നു.
അതുകൂടാതെ 1, 2, 3, 4, 5 സന്താനസ്ഥാനം, മനസ്ഥാനം, സന്താനം, മനസ്സ് എഴുതാൻ പോകുന്നില്ല. എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് പോകും, അത് വേണ്ട. അപ്പം മകരക്കൂറുകാർക്ക് കർമ്മഗുണം ഉണ്ടാകും. കർമ്മം എന്ന് വെച്ചാൽ വലിയ ഒരു വഴിയാണെന്ന് മനസ്സിലാക്കണം. കർമ്മം എന്ന് വെച്ചാൽ നമ്മുടെ തൊഴിൽ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു ആ ചെയ്യുന്ന കാര്യം. പഠിക്കുന്ന കുട്ടിയുടെ കർമ്മം എന്താ? പഠിക്കുക. ജോലി ചെയ്യുന്ന ആളുടെ കർമ്മം എന്തുവാ? ആ കർമ്മം ചെയ്യുക. അപ്പം ഒരു സംഗീതജ്ഞനോ അല്ലെങ്കിൽ ഏതോ ജോലിയുടെ വീട്ടമ്മയുടെ കർമ്മം എന്തുവാ? ഒരു വീട്ടമ്മയായിട്ടുള്ള ഒരാളാണെങ്കിൽ വീടെല്ലാം നല്ല രീതിയിൽ പരിപാലിച്ച് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ ആരാണോ എന്നുള്ളതല്ല, എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല, നിങ്ങളുടെ കർമ്മരാശിയിലേക്ക് ശുക്രന്റെ സ്ഥിതി വരുമ്പോൾ ഈ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേടാൻ പോകുന്നു. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര നക്ഷത്രക്കാർക്ക് ശുക്രൻ കർമ്മരാശിയിൽ വരികയും എവിടൊക്കെ നോക്കുന്നു? നിങ്ങളുടെ 4ാം ഭാവം നോക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഗൃഹം, വാഹനം മാറ്റിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരിക. അഭിനയം ചെയ്യുന്ന ആളുകൾക്ക് അത് ഗുണം ഉണ്ടാവുക. നൃത്തം, ശൃംഗാരവുമായിട്ട് ബന്ധപ്പെട്ട്, ആഭരണവുമായി ബന്ധപ്പെട്ട്, വിവാഹവുമായി ബന്ധപ്പെട്ട്, പ്രണയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഉണ്ടാവുക. സ്വർണ്ണം, വെള്ളി ആഭരണങ്ങളൊക്കെ വന്നു ചേരുക. അങ്ങനെയുള്ള ഗുണങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണെന്നും ശയന സംബന്ധമായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നെന്നും വീടിന് മോടി പിടിപ്പിക്കാനോ വാഹനം മാറി മേടിക്കാനോ വാഹനം പുതുതായിട്ട് എടുക്കാനോ ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഈ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. അപ്പം നിങ്ങൾക്ക് വ്യാഴവും കൂടെ അനുകൂലിച്ചിരിക്കുന്ന സമയമാണ് മകരക്കൂറുകാർക്ക്. അപ്പം നിങ്ങളുടെ ധനസ്ഥാനത്തേക്കും അഷ്ടമരാശിയിലുമാണ് ഇപ്പം ഇച്ചിരി ദോഷമുള്ളത്. ആർക്ക്? മകരക്കൂറുകാർക്ക്. വേറെ കുഴപ്പങ്ങളൊന്നും ഉള്ള സമയമല്ല. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ട് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിന് നാഗദൈവ പ്രീതി വരുത്തുക. അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം മാറാൻ ഗണപതി ഭജനം, ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ രണ്ടുപേരുടെ ഭാര്യം പറഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ 7ാം ഇവിടെ വരാം. കുംഭം വരാം. കുംഭം കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. കുംഭക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് വരുന്നത്? ഭാഗ്യസ്ഥാനം എഴുതി വെച്ചോളുക. ഭാഗ്യസ്ഥാനത്തേക്ക് ശുക്രൻ വരാൻ പോകുന്നു. അപ്പൊ ഭാഗ്യം കൊണ്ട് വരാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ ഭാഗ്യങ്ങളെ കൊണ്ട് നമുക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ യോഗകാരകനും തന്നെയാണ് ശുക്രനും. ആർക്കൊക്കെ? മകരക്കൂറിൽ വരുന്നവർക്കും കുംഭക്കൂറിൽ വരുന്നവർക്കും യോഗകാരകൻ, യോഗങ്ങൾ നമ്മൾ അനുഭവിക്കാനുള്ള ഗുണഫലങ്ങളുടെ എല്ലാത്തിൻ്റെയും കാരകധർമ്മം വഹിക്കുന്ന ആള് ആരാണ്? ശുക്രനാണ് എന്ന് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കാൻ അവസരം ഉണ്ടാക്കാതെ ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്നവർക്കും അവിട്ടത്തരയും ചതയും പൂരിട്ടാതി മുക്കാലും നക്ഷത്രം വരുന്ന ഇത്രയും നക്ഷത്രക്കാർക്കും യോഗങ്ങളുടെ കാരകനായിട്ടുള്ളത് ശുക്രനാണ്. ഈ ശുക്രൻ അനുകൂല ഭാവത്തിലേക്കാണ് ആർക്ക് വരുന്നത്? നിങ്ങൾക്കും വരുന്നത്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു. ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഈ പറഞ്ഞ നേരത്തെ ഇവർക്ക് പറഞ്ഞതുപോലെ തന്നെയുള്ള ഗൃഹം, വാഹനം, ശയനം അതുപോലുള്ള കാര്യങ്ങളിലേക്കും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മ മേഖലയിലേക്കും പ്രവൃത്തി മേഖലയിലും ഒക്കെ അതിൻ്റെ ഗുണഫലങ്ങൾ വന്നു ചേരും എന്നുള്ളത് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജന്മത്തിൽ രാഹു സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നതിനാൽ നാഗദൈവ പ്രീതി വരുത്തി ശിവഭജനം ചെയ്ത് രുദ്രസൂക്ത മന്ത്രാർച്ചന, മൃത്യുഞ്ജയ മന്ത്രാർച്ചന, ശിവഭജനം കാര്യമായിട്ട് ചെയ്യുക. വ്യാഴം മറിഞ്ഞു നിൽക്കുകയും കൂടെ ആയതുകൊണ്ട് ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു പൂജയും കൂടെ ചെയ്യുക. ഭാര്യയുടെ പേരിലോ ഭാര്യാ കുടുംബക്ഷേത്രത്തിലോ നിങ്ങൾ ഗണപതി ഹോമവും കൂടെ ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് കുംഭക്കൂറുകാർക്ക് ദോഷഫലമായിട്ട് പറയാനുള്ളത്. അടുത്തത് മേന്മ വരുന്ന ആർക്കാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? മേടക്കൂറുകാർക്ക്. മീനം പറയാം. മേടക്കൂറുകാർക്ക് മേടത്തിൽ ആരൊക്കെയാണ് വരുന്നത്? അശ്വതി, ഭരണി, കാർത്തിക കാല് വരുന്ന മേടക്കൂറുകാർക്ക് നേരെ 7ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. ഈ ശുക്രൻ ആരാ? നിങ്ങൾക്ക് ധനത്തിന്റെ അധിപനുമാണ്. ഭാര്യാസ്ഥാനത്തിന്റെയും ഐശ്വര്യസ്ഥാനത്തിന്റെയും അധിപൻ ആരാണെന്ന് ചോദിച്ചാൽ കണ്ണു അടച്ചുകൊണ്ട് PSC ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന പോലെ പറയണം. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതിൽ ഭരണി മാത്രമേ ഇച്ചിരി പ്രശ്നമുള്ളവരുള്ളൂ. കാർത്തികയും അശ്വതി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ കൈവരുന്ന ആളുകളായിരിക്കും. ഭരണിക്ക് മാത്രമേ ചെറിയൊരു ദോഷമുണ്ട്. ആ ദോഷത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ശുക്രന്റെ ഒരു ആനുകൂല്യം കുറച്ച് കുറഞ്ഞു നിൽക്കുന്ന രാശിക്കാരാണെന്ന് പറയാറുണ്ട്. എങ്കിലും അവർ രാജതുല്യമായിട്ട് ജീവിക്കാനൊക്കെയുള്ള യോഗം പറയുന്നുണ്ട്. താമസം വന്നാലും കാര്യങ്ങൾ നടക്കുന്ന രാശിക്കാരായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ഒരു ഭരണി നക്ഷത്രക്കാരുടെ കാര്യം മാത്രമല്ല നമ്മൾ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്ക് 7ാം ഭാവം എന്ന് വെച്ചാൽ ഭാര്യാസ്ഥാനം, ഐശ്വര്യസ്ഥാനം. ഈ ഒരൊറ്റ സ്ഥാനത്തെ കൊണ്ട് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായിട്ട് വരും. നേരത്തെ പറഞ്ഞതുപോലെ മംഗല്യം ശരിയായി വരിക, ആഭരണങ്ങളൊക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടാവുക, ആഭരണം വാങ്ങാനുള്ള അവസരം ഉണ്ടാവുക, അതുപോലെ തന്നെ പണയം വെച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുക, പണം കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള വഴി തെളിഞ്ഞു വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു ഭാവസ്ഥിതിയാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾക്ക് വ്യാഴം കൂടെ അനുകൂലിച്ചിരിക്കുന്ന സമയമാണ്. ആർക്ക്? അശ്വതി, ഭരണി, കാർത്തിക കാലുകാർക്കും അനുകൂലിച്ചിരിക്കുകയാണ് വ്യാഴം. ശുക്രനും അനുകൂല ഭാവത്തിലേക്ക് വരുന്നു. നിങ്ങൾക്കിപ്പോൾ ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ സൂര്യൻ നിങ്ങൾക്ക് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് ശനി 12ലാണ് നിൽക്കുന്നതെന്ന് നേരത്തെയുള്ള വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ കണ്ടകശനിയല്ല 7.5 കണ്ടകാല ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് നീലാഞ്ജനം വിളക്ക് കത്തിക്കുക, നാഗദൈവ പ്രീതി വരുത്തുക. അതുപോലെ തന്നെ ശിവഭഗവാന് നിങ്ങൾ മന്ത്രപുഷ്പാഞ്ജലികൾ നടത്തുക. അന്നപൂർണേശ്വരിക്ക് മഹാലക്ഷ്മി ദേവിക്കൊക്കെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ആരാണ്? ഇടവക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നു. ഇടവത്തിൽ ആരൊക്കെയാണ് വരുന്നത്? കാർത്തിക മുക്കാല്, രോഹിണി, മകേര, തര വരുന്നവർക്ക് നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപനും കൂടിയാണ് ആര്? ശുക്രൻ. അപ്പൊ ശുക്രൻ നിങ്ങൾക്ക് എവിടെ വരുന്നു? ഇപ്പം നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫലസിദ്ധിയായിട്ട് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 6ാം ഭാവത്തിലേക്കാണ് ശുക്രന്റെ മാറ്റം. 6ാം ഭാവം എന്ന് പറയുന്നത് അത്ര ഗുണകരമായിട്ടുള്ളൊരു ഭാവമല്ല. അപ്പം കാർത്തിക മുക്കാല്, രോഹിണി, മകേര, തര വരുന്നവർക്ക് നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപൻ 6ാം നീചത്തിൽ നിൽക്കുന്നു, 6ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ 2 മാസങ്ങളും, ഈ വരുന്ന നവംബർ മാസം ഏകദേശം 26-ാം തീയതി വരെ നിങ്ങൾക്ക് ഒരു അനുകൂല ഭാവത്തിലല്ല, അത് കഴിഞ്ഞ് അനുകൂല ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 4ാം ഭാവാധിപനായിട്ടുള്ള ഗൃഹത്തിൻ്റെയും വാഹനത്തിൻ്റെയും അധിപനായിട്ടുള്ള സൂര്യനും നീചഭാവത്തിൽ നിൽക്കുകയാണ്. വ്യാഴം 3ാം ഭാവത്തിൽ നിൽക്കുകയാണ്. 3, 6, 8, 12 ഭാവങ്ങളിലേക്ക് വ്യാഴം പോകുന്നത് നമുക്ക് നല്ലതല്ല. രണ്ടാമത് നമ്മുടെ കർമ്മരാശിയിൽ രാഹു നിൽക്കുന്നു. അപ്പം പൊതുവിൽ നിങ്ങൾക്ക് ഒരു കുറച്ച് ദോഷം കാണിക്കുന്നതിനാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു വഴിപാട് യക്ഷിയമ്മയ്ക്ക് വഴിപാടുകൾ ചെയ്യുക. അതുപോലെ തന്നെ അന്നപൂർണേശ്വരിക്കും മഹാലക്ഷ്മി ദേവിക്കും വെള്ളപ്പൂക്കൾ കൊണ്ട് പുഷ്പാഞ്ജലി, പാൽപ്പായസ നിവേദ്യങ്ങളൊക്കെ നടത്തുക. നാഗദൈവ പ്രീതി വരുത്തുക, കർമ്മസ്ഥാനത്തുള്ള ദോഷങ്ങൾ മാറാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിലോ കുടുംബക്ഷേത്രത്തിലോ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. ഈ ഒരു മാസം കഴിഞ്ഞ് ഈ മാസം അവസാനത്തോടുകൂടി നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കെല്ലാം നവംബർ 26-ാം തീയതിയോടുകൂടി ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മീനക്കൂറുകാരുടെയും കൂടെ അങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത്രയും ഭാഗം അങ്ങ് തീരും. മീനക്കൂറുകാർക്ക് മനസ്സിലാക്കണം, നിങ്ങളുടെ ജാതകപ്രകാരം ശുക്രൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 3ാം ഭാവത്തിൻ്റെയും അഷ്ടമത്തിൻ്റെയും ആധിപത്യം വഹിക്കുന്ന ഗ്രഹമാണ് എപ്പോഴും. ഇപ്പോൾ ശുക്രൻ അഷ്ടമത്തിൽ വരുന്നതിനാൽ ധനനഷ്ട യോഗം പറയുന്ന ഒരു സമയമായിട്ട് വേണം പറയാൻ. നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ കാണുന്നതിനാൽ പാഴ്ചെലവുകൾ കുറയ്ക്കുക, ആഡംബരങ്ങൾ കുറയ്ക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ കൂറിൽ വരുന്നവരുണ്ട്, ഈ അശ്വതി, ഇവർക്ക് ഈ ശുക്രൻ എപ്പോഴും ഇവർക്ക് 3ാം ഭാവത്തിൻ്റെ അഷ്ടമത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായിരിക്കും. ഉരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർ. അപ്പം നിങ്ങളെ വ്യക്തിപരമായി പറയുന്നതല്ല, നിങ്ങൾക്ക് കുറച്ച് ലൈംഗിക ആസക്തികളൊക്കെ വരാനൊക്കെയുള്ള സാധ്യതകൾ ഈ പറയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ദുരിതങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ലൈംഗികപരമായിട്ടുള്ള രോഗങ്ങൾ, വേശ്യ സംഘം ഉണ്ടാകുക, അത് സ്ത്രീക്കും പുരുഷനും മാറി മാറി വരാം. അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിലൂടെ ശുക്രൻ്റെ ഈ രാശികളിലേക്ക് വരുമ്പോഴുള്ള സമയത്തും പറയുന്നുണ്ട്. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരിക ഒക്കെ പറയുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ വ്യാഴം നിൽപ്പുണ്ട്. അപ്പം ശുക്രൻ പ്രതികൂല രാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യക്ഷിയമ്മയ്ക്കും അന്നപൂർണേശ്വരി ദേവിക്കും മഹാലക്ഷ്മി ദേവിക്കൊക്കെ പുഷ്പാഞ്ജലികൾ ചെയ്ത് പ്രാർത്ഥിക്കുക. 2-3 ആഴ്ച വരെ എങ്കിലും ചെയ്യുക. ഒരു 4 ആഴ്ചയെങ്കിലും, ഈ നവംബർ 1 മുതൽ നവംബർ അവസാനം വരെയെങ്കിലും 4 ആഴ്ചയെങ്കിലും കൃത്യമായിട്ട് ഈ പറഞ്ഞ ലക്ഷ്മി ദേവി പൂജ ചെയ്യുക. വെള്ളിയാഴ്ച ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. നാഗദൈവ പ്രീതി വരുത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള വഴിപാട് ചെയ്യാനാണ് മീനക്കൂറുകാരായിട്ടുള്ള ഉരുട്ടാതികാൽ, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ വ്യാഴം അനുകൂലിച്ച് നിൽക്കുന്നു എന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞായിരുന്നു 6ാം സ്ഥാനമായിട്ടുള്ള കേതു ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പം പൊതുവിൽ നമുക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു പൂർണ്ണ അനുകൂല ഫലം പറയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ല മീനക്കൂറുകാർക്കും. ഇനി നമുക്ക് ഈ 2 കൂറുകാരും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടിഞ്ഞ് വന്നാൽ മതി. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വൃശ്ചികത്തിൽ ആരൊക്കെയാണ് വരുന്നത്? വിശാഖത്തിൻ്റെ കാലും ആനിലവും തൃക്കേട്ടയും. നിങ്ങൾക്ക് ഇപ്പോൾ ശുക്രനെ കുറിച്ച് പറയാനാണെങ്കിൽ ശുക്രൻ നിങ്ങൾക്ക് 7ാം ഭാവാധിപനാണ്. ഭാര്യയുടെയും ഐശ്വര്യത്തിൻ്റെ അധിപൻ 12ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പം നാട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ട യോഗങ്ങളും പല വിധത്തിലുള്ള ദുരിതങ്ങളും, കാശ് കയ്യിൽ നിന്ന് പോകാനും കളഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത പറയുന്ന ഒരു സമയമാണ്. എന്നാൽ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ധനപുരോഗതിയും തൊഴിൽ പുരോഗതിയും ഐശ്വര്യവും ഒക്കെ വന്നു ചേരാനുള്ള ഒരു യോഗവും വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയ്ക്കും പറയുന്നുണ്ട്. സ്വദേശത്ത് നിന്ന് ജോലി ചെയ്ത് പോയിട്ട് വരുന്നവർക്കാണെങ്കിൽ ദോഷവും, വിദേശ രാജ്യങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അനുകൂലവും പറയുന്നുണ്ട് ശുക്രനെ കൊണ്ട്. നിങ്ങൾക്ക് വ്യാഴം ഇപ്പോൾ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ്. വിശാഖത്തിൻ്റെ കാലും അനിഴവും തൃക്കേട്ടയ്ക്കും വ്യാഴം അനുകൂലിച്ച് നിൽക്കുകയാണ്. കണ്ടകശിനി ദോഷം ഇല്ല. 4ാം ഭാവത്തിലെ രാഹുവും കർമ്മരാശിയിലെ കേതുവിൻ്റെയും ദോഷങ്ങളെ ഒന്ന് ഒഴിവാക്കിയാൽ മതി. കണ്ടകശിനി ഇല്ല. 4ാം ഭാവത്തിലെ രാഹുവിൻ്റെ ദോഷം മാറാൻ നാഗദൈവ പ്രീതി വരുത്തുക, നൂറും പാലും വഴിപാട് നടത്തുക, നാഗൻ ദൈവങ്ങൾക്ക് അഭിഷേകം, പാൽപ്പായസം, മഞ്ഞൾ നീരാട്ട് പോലുള്ള വഴിപാട് നടത്തുക,
ഗണപതിക്ക് കറുകമാല ചാർത്തുക, തേങ്ങ അടയ്ക്കുക, ഗണപതി ഹോമം ചെയ്യിക്കുക, ഗണപതി ഭജനം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ കർമ്മസംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ദോഷങ്ങളും പ്രയാസങ്ങളും എല്ലാം വിട്ടൊഴിഞ്ഞു മാറുക തന്നെ ചെയ്യും. ഒരു വർഷം കൂടി നിങ്ങൾക്ക് കർമ്മരംഗത്ത് ദോഷമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ലാഭസ്ഥാനത്തേക്കല്ല ഭാഗ്യസ്ഥാനത്തേക്കാണ് പിന്നെ മാറ്റം വരാൻ പോകുന്നത്. അതിപ്പോൾ പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ദോഷങ്ങൾക്കുള്ള പ്രതിവിധി ചെയ്യുക. അടുത്തായിട്ട് ധനുക്കൂറുകാരുടെ ദോഷഫലം പറയുന്നു. ധനുക്കൂറുകാർക്ക് ശുക്രൻ ആദ്യം ആരാണെന്ന് കാണണം. ലാഭത്തിന്റെ അധിപനും 6ാം ഭാവത്തിന്റെ ശത്രുവിന്റെയും രോഗത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും എന്നാൽ ലാഭത്തിന്റെ ആധിപത്യവും വഹിക്കുന്ന ഒരു ഗുണദോഷ സമ്മിശ്ര ഫലദായകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ധനുക്കൂറിൽ വരുന്ന മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർക്ക് എപ്പോഴും ശുക്രൻ. നിങ്ങൾക്ക് 6ാം ഭാവം, അതായത് പനി, ശിരോവേദന, അതുപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള രോഗദുരിതങ്ങളൊക്കെ വരാനുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളവർ, ശുക്രനെ കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ആ ഒരു പൈൽസ് പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ വരാവുന്ന ഒരു സാധ്യതയുള്ളൊരു നക്ഷത്രക്കാരും കൂടിയാണ് മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർ. നിങ്ങൾക്ക് പക്ഷേ ലാഭം വരുത്തുന്ന, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു പൈസ മുടക്കിയിട്ട് പൈസ എടുക്കുന്ന ആളവരാണെങ്കിൽ, ഒരു ഷെയർ മാർക്കറ്റ് പോലുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുകൂലിച്ച് ലാഭം തരുന്നതിൻ്റെ ആള് ശുക്രനാണ്. അപ്പോൾ അതുകൂടെ മനസ്സിലാക്കണം. ഗുണദോഷ സമ്മിശ്ര ഫലദായകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ ശുക്രനെ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്നു. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഡിപ്പോസിറ്റുകളൊക്കെ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ വരാനും, നേരത്തെ ജോലി ചെയ്ത് വെച്ചിരിക്കുന്ന പൈസകളൊക്കെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വരാനുള്ള സമയമാണ്. അപ്പം ലാഭസ്ഥാനത്ത് ശുക്രൻ വരിക, കർമ്മരാശിയിൽ വരിക, ഗൃഹസ്ഥാനത്ത് വരിക, സന്താനസ്ഥാനത്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ അനുകൂല ഭാവമാണ്. എപ്പോഴും ശുഭഗ്രഹങ്ങൾ നമുക്ക് 1, 4, 5, 7, 9, 10, 11 ഇത്രയും ഭാവങ്ങളിലൊക്കെ വരുന്നത്, പല വിധത്തിൽ ഇതിനെ കണക്ക് കൂട്ടണം. ഇത്രയും ഭാവങ്ങളിൽ വരുന്നത് ശുഭഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ, വ്യാഴം പോലുള്ള ഗ്രഹങ്ങളൊക്കെ വരുന്നത് എപ്പോഴും നല്ലതായിരിക്കും. 3, 6, 8, 12 ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങൾ വരുന്നത് നമുക്ക് നല്ലതല്ല എന്ന് പറയാറുമുണ്ട്. അപ്പം ശുക്രൻ, ഇപ്പം നിങ്ങൾ ചിന്തിച്ചാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് 11, വൃശ്ചികക്കൂറുകാർക്ക് 12-ലാണ്, ഇവർക്ക് കർമ്മത്തിലാണ് 10-ലാണ്, ഇവർക്ക് 9-ലാണ്, ഇവർക്ക് അഷ്ടമത്തിലാണ്, ഇവർക്ക് 7-ലാണ്, ഇവർക്ക് 6-ലാണ്, ഇവർക്ക് 5-ലാണ്, ഇവർക്ക് 4-ലാണ്, ഇവർക്ക് 3-ലാണ്, ഇവർക്ക് 2-ലാണ്. 1, 2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, 1 ദേഹസ്ഥാനം, നമ്മുടെ ശരീരസ്ഥാനമാണ് ദേഹം. 2 ധനസ്ഥാനമാണ്, ധനം. 3 കുടുംബസ്ഥാനമാണ്, കുടുംബം, സഹോദരങ്ങൾ. 4 ഗൃഹം, വാഹനം, ഈ സ്ഥാനമാണ്. 5 സന്താനം, മനസ്സ് സ്ഥാനമാണ്, സന്താനം, മനസ്സ്. 6 ശത്രു, രോഗം. 7 ഭാര്യ, ഐശ്വര്യം. 8 ആയുസ്. 9 ഭാഗ്യം. 10 കർമ്മം. 11 ലാഭം. 12 നഷ്ടം. എടുത്തു. ഇവിടെ തന്നെ കാണാമല്ലോ, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം. ഏത് ഗ്രഹങ്ങളും ശുഭഗ്രഹങ്ങൾ 1ാം ഭാവത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? ദേഹരാശിയിൽ ജന്മരാശി നമ്മളോടൊപ്പം കൂടെ ഇന്ന് ചിന്തിക്കണം. നമ്മളോടെ കൂടെ നിൽക്കുന്നു ആ ശുഭഗ്രഹം. അപ്പം നമുക്ക് എന്ത് ചോദിച്ചാലും തൊട്ടടുത്തുനിന്ന് എടുത്തു തരാനുള്ള സമയമുണ്ടല്ലോ. അപ്പം നമ്മുടെ അടുത്തൊരു ഏറ്റവും ശുഭഗ്രഹം നിൽക്കുകയാണെങ്കിൽ അത് അത്രത്തോളം ഫലസിദ്ധിയാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയാൻ, നമ്മളൊരു സിനിമാ നടനെ കാണാൻ പോവുകയാണ്. സിനിമാ നടൻ അവിടെ നിന്നുകൊണ്ട് നമ്മൾ അടുത്തോട്ട് വരണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എന്നാൽ നമ്മളെ അടുത്ത് പിടിച്ചിട്ട് ചില ഫോട്ടോ എടുക്കുക. ഇയാൾ ആഗ്രഹിച്ച് പോയിരിക്കുകയാണ്, അവിടെ ചെന്ന് തോളെ കൈയിട്ടിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുത്ത് വിടുക. ഇയാൾ പ്രതീക്ഷിക്കുന്നതിൽ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് വരത്തില്ലേ? അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽ പെടുന്ന മന്ത്രിമാരോ അങ്ങനെയുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഗൃഹത്തിൽ വരിക, ആശ്വസിപ്പിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് എന്തുമാത്രം സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ. ഇപ്പം 1 അങ്ങനെ, 2 ധനം കണ്ടോ, 2, 3 വരുന്നത് കുടുംബം, 4 വരുന്നത് ഗൃഹം, വാഹനം, 5 വരുന്ന സന്താനം, 6 വന്നാൽ ശത്രു, രോഗം, 8 വന്നാൽ ആയുസ്, 9 വന്നാൽ ഭാഗ്യം, 7 വന്നാൽ ഭാര്യ, ഐശ്വര്യം, 10 വന്നാൽ കർമ്മം, 11 വന്നാൽ ലാഭം, 12 വന്നാൽ നഷ്ടസ്ഥാനം എന്ന് പറയും. മനസ്സിലാക്കണം. അപ്പം ധനുക്കൂറുകാർക്ക് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ധനുക്കൂറുകാർക്ക് ഇപ്പം വ്യാഴം മറഞ്ഞു നിൽക്കുകയാണ്. ഡിസംബർ മാസം 4-ാം തീയതി വരെ വ്യാഴവും കൂടെ മറഞ്ഞു നിൽക്കുകയാണ്. ശുക്രൻ ലാഭസ്ഥാനത്ത് വന്നിട്ടുണ്ട്, കണ്ടകശനി ഉണ്ട്. അപ്പം വ്യാഴപ്രീതി വരുത്തുന്നതിന് വിഷ്ണു പൂജ സ്ഥിരമായിട്ട് കഴിപ്പിക്കേണ്ട നക്ഷത്രക്കാർ തന്നെയാണ് മൂലം, പൂരാട, ഉത്രാടത്തിക്കാല്. കാരണം നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപനും കൂടിയാണ്. അപ്പം വ്യാഴപ്രീതി വരുത്താൻ വിഷ്ണു പൂജ ചെയ്യുക, ഹനുമാൻ സ്വാമി പൂജ ചെയ്യുക. പിന്നെ ശുക്രൻ ലാഭസ്ഥാനത്ത് വന്നിട്ടുള്ളതിനാൽ അന്നപൂർണേശ്വരി, മഹാലക്ഷ്മി ദേവി പൂജകൾ ചെയ്യുക. അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക. 1, 2, 3, 4, 5, 6, 7,
8 രാശിക്കാരുടെ ഫലം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 4 രാശിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഫലസിദ്ധി പറഞ്ഞു തീരും. അപ്പോൾ ഇനി മിഥുനക്കൂറുകാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ജാതക പ്രകാരം ശുക്രൻ നിങ്ങൾക്ക് ആരാണ്? ശുക്രൻ നിങ്ങൾക്ക് മനസ്സിൻ്റെയും സന്താനത്തിൻ്റെയും അധിപനാണെന്നും നിങ്ങൾക്ക് 12ാം ഭാവം നഷ്ടസ്ഥാനം, നാശസ്ഥാനം, വിദേശസ്ഥാനത്തിൻ്റെ അധിപനാണെന്നും മിഥുനക്കൂറിൽ വരുന്ന മകേരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർന്നതിൽ മുക്കാലുകാരും മനസ്സിലാക്കി എഴുതി വെച്ചേക്കുക. പിന്നീട് മാറ്റം വരത്തില്ല. നഷ്ടസ്ഥാനത്തിൻ്റെയും നാശസ്ഥാനത്തിൻ്റെയും വിദേശസ്ഥാനത്തിൻ്റെ അധിപനായിരിക്കും ശുക്രൻ. ഇപ്പൊ സ്വദേശം നിന്ന് വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ശുക്രൻ ആരായിരിക്കും? ധനത്തിന്റെ ആളാണ്. അപ്പൊ ധനയോഗം വരുന്ന ആള്. മനസ്സ് സന്താനത്തിന്റെ അധിപനാണ് ശുക്രൻ. മനസ്സും സന്താനവും, നമ്മുടെ മനസ്സിന് ശാന്തി ഉണ്ടാവുക, സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാക്കി തരുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ശുക്രൻ. ഓരോരുത്തർക്കും മാറി മാറി വരും. നിങ്ങൾക്ക് മനസ്സിന്റെ ഇതിലാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോൾ സന്താന സ്ഥാനം, മനസ്സിന്റെ സ്ഥാനത്ത് ശുക്രൻ വന്നു കഴിഞ്ഞാൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു വരികയും ഈ പ്രണയം പോലുള്ള കാര്യങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. 5ാം ഭാവം നല്ല സ്ഥാനമാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ 5ാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നു. പിന്നെ 12ാം ഭാവത്തിന്റെ ആധിപത്യം കൂടെ ഉണ്ട്. നഷ്ടസ്ഥാനം, നാശസ്ഥാനത്തിന്റെയും കൂടെ ആധിപത്യം വരുന്നുണ്ട്. അപ്പം ഗുണം പ്ലസ് ദോഷ സമ്മിശ്രമായിട്ടാണ് നിങ്ങൾക്ക് ശുക്രന്റെ ബലം പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് വ്യാഴം ധനസ്ഥാനത്ത് നിൽക്കുകയാണ്. ആര്? 2ാം സ്ഥാനം, ധനസ്ഥാനം അവിടെ എഴുതിയിട്ടുണ്ട്. 2 ധനം, ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. നാടെ കർമ്മസ്ഥാനത്ത് 10ാം ഭാവത്തിലേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ്. അപ്പൊ കർമ്മരാശിയിൽ ശനി വന്നാൽ കണ്ടകശനി ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ കണ്ടകശനി ഉണ്ടെന്ന് മനസ്സിലാക്കി, ഭാഗ്യസ്ഥാനത്ത് രാഹുവിന്റെ സ്ഥിതി ഉള്ളത് ദോഷമാണെന്ന് മനസ്സിലാക്കി, 3ാം ഭാവത്തിൽ കുടുംബസ്ഥാനത്ത് കേതു നിൽക്കുന്നത് ദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇപ്പൊ അനുകൂലിച്ച് നിൽക്കുന്ന ആരാണ്? ശുക്രൻ അനുകൂലിച്ച് നിൽക്കുകയാണ്, വ്യാഴം അനുകൂലിച്ച് നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ശുക്രനും വ്യാഴവും അനുകൂലിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ദോഷഗ്രഹങ്ങളായിട്ടുള്ള നീലാഞ്ജനം കത്തിക്കുക, നാഗദൈവ പ്രീതി വരുത്തുക, ഗൃഹത്തിലോ കുടുംബത്ത് ക്ഷേത്രത്തിലോ ഒരു ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് നല്ലതായിരിക്കും. നിങ്ങളുടെ ലഗ്നത്തിന്റെ, ചന്ദ്രലഗ്നത്തിന്റെ അധിപൻ ഇവിടെ വന്ന് 6ാം ഭാവത്തിലും ചൊവ്വയോടുകൂടി യോഗം ചേർന്ന് നിൽക്കുകയാണ്. നിങ്ങളുടെ ശത്രുഗ്രഹത്തിൽ വന്ന് നിൽക്കുകയാണ്. 2 ശത്രുക്കൾ ഒരുമിച്ച് നിൽക്കുകയാണ്. ഇതും 2 ശത്രുക്കൾ ഒരുമിച്ചാവുകയാണ്. സൂര്യനും ശുക്രനും ശത്രുക്കളാണ്, ബുധനും ചൊവ്വയും ശത്രുക്കളാണ്. അപ്പോൾ ഒരു ദോഷരാശി പൂർണ്ണ രൂപത്തിലൊരു ഫലസിദ്ധിയിലോട്ട് മാറിയിട്ടില്ല ഗ്രഹങ്ങളൊക്കെ. വൃശ്ചിക മാസം മുതൽ അങ്ങോട്ട് പിന്നീട് അങ്ങോട്ട് നല്ലതായിട്ടാണ് ഫലങ്ങൾ എല്ലാം കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ദോഷസ്ഥലത്തിലുള്ള ദോഷങ്ങൾക്കുള്ള പ്രതിവിധി പറഞ്ഞു. അടുത്തതായിട്ട് കർക്കിടകത്തിൽ ആരൊക്കെയാണ് വരുന്നത്? പുണർദത്തിൽ കാല്, പൂയ, ആയില്യ നക്ഷത്രക്കാർ മനസ്സിലാക്കണം, നിങ്ങളുടെ ലാഭത്തിന്റെ ആധിപത്യവും വഹിക്കുന്ന ആളും 4ാം ഭാവത്തിന്റെ ആധിപത്യവും വഹിക്കുന്ന ഏറ്റവും നല്ല അനുകൂല ഗ്രഹമാണ് പുണർദത്തിൽ കാല്, പൂയ, ആയില്യക്കാർക്ക് എപ്പോഴും ശുക്രൻ. 11ാം ഭാവവും 2ാം ഭാവവും മാരകസ്ഥാനവും എന്നൂടെ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഈ രാശി പ്രകാരം നിങ്ങൾക്ക് ചന്ദ്രലഗ്നത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ ശുക്രൻ നിങ്ങൾക്ക് ലാഭത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും ഗൃഹം വാഹനത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും കൂടി ആണ് ആര്? ഇത്. ഇനി ഒരു ഫലവും കൂടെ നമുക്ക് പറയാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. നിങ്ങൾ വീഡിയോ കാണുന്നവർ മുഴുവൻ കാണുക, താല്പര്യമുള്ള പോലെ. അപ്പം നിങ്ങൾക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു, ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വ്യാഴം ആരാണ്? ഭാഗ്യത്തിന്റെ അധിപനാണ്. ഭാഗ്യത്തിന്റെ അധിപൻ നമ്മളോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഭാഗ്യം അനുകൂലിച്ച് നിൽക്കുന്നു, ശുക്രൻ ഇപ്പം അനുകൂലിച്ച് നിൽക്കുന്നു. ഇങ്ങനെയുള്ളൊരു അവസ്ഥ നിൽക്കുന്നുണ്ട്. കണ്ടകശനി മാറി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ധനം വരേണ്ട സ്ഥാനത്ത് കേതുണ്ട്, അപ്പോൾ ഒരു തടസ്സമുണ്ട്. അപ്പോൾ കേതുവിൻ്റെ ദോഷം മാറാൻ ഗണപതി നാഗരുമാണ് പ്രധാനമായിട്ട് കേതുവിൻ്റെ ദോഷം മാറ്റുന്ന ഗ്രഹം, ഗണപതിയും നാഗദൈവങ്ങളും. അപ്പം നാഗദൈവങ്ങൾക്ക് എന്ത് വഴിപാട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു വഴിപാട് പ്രത്യേകിച്ച് പറയാനൊക്കത്തില്ല. പുറ്റുമുട്ട സമർപ്പിക്കുക, ഉപ്പ് മഞ്ഞൾ സമർപ്പിക്കുക, നല്ലെണ്ണ സമർപ്പിക്കുക, അഭിഷേകം ചെയ്യുക, പാല് കരിക്ക് പനിനീര് കൊണ്ട് അഭിഷേകം ചെയ്യുക, 100 പാല് സർപ്പബലി നടത്തുക. എന്ത് വേണോ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അത് സമർപ്പിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ 100 മില്ലി നല്ലെണ്ണയും ഒരു വിളക്കത്തിരി തീപ്പെട്ടിയായിട്ട് പോയി കാവിൽ പോയി ഒരു വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചു വരിക. ഒന്നുമില്ലെങ്കിൽ, ഒന്നും പറ്റിയില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഗണപതി ഭഗവാന് ഒന്നുകിൽ നാളികേരം ഉടയ്ക്കുക. ഇനി നാളികേരം ഉടയ്ക്കാൻ പോലും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് വരിൽ ഓം വിഘ്നേശ്വരായ നമഃ എന്ന് 108 തവണ ജപിച്ച് പ്രാർത്ഥിക്കുക. വീടിൻ്റെ മുന്നിൽ ഇഷ്ടം പോലെ കറുക കാണും, കറുക പിച്ചി കഴുകി ഒരു മാല കെട്ടി ഗണപതി ഭഗവാന് ചാർത്തിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ചിട്ട് ഒരു കർപ്പൂരവും കത്തിച്ച് ഒരു മണി അടിച്ച് തിരുമേനി ഒന്ന് പ്രാർത്ഥിച്ചേക്കാൻ പറയുക അവിടെ. അതും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും, ധനപരമായിട്ടുള്ള പ്രശ്നം മാറാനായിട്ട്. അപ്പം കർക്കിടകൂറുകാർക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്ന കേതു 1 വർഷം കൂടെ നിലവിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജന്മത്തിലേക്കാണ് വരാൻ പോകുന്നത്. അത് ഇച്ചിരി പാടാണ്. എങ്കിലും വ്യാഴം പിന്നെയും നിങ്ങൾക്ക് അനുകൂലിച്ച് 2026 മെയ് മാസത്തോടുകൂടി വ്യാഴവും കേതുവും കൂടി ഒരുമിച്ചാവുന്ന ഒരു കാലം വരാൻ പോകുന്നുണ്ട് 2026 മെയ്യിൽ. അപ്പം ആ ഒരു അവസ്ഥ ഇപ്പം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോകും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ പറയുന്ന പരിഹാരം ചെയ്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് ചിങ്ങക്കൂറുകാർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾക്ക് കർമ്മരാശിയുടെ അധിപൻ, കർമ്മത്തിന്റെ അധിപൻ ആരാണ്?
ചന്ദ്രലഗ്ന പ്രകാരം കർമ്മത്തിൻ്റെ ആധിപത്യം ശുക്രനാണ്. നിങ്ങളൊരു കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അവിടെ ചിന്തിക്കാം. എന്ത് കർമ്മമാണോ ആ കർമ്മം. അഡ്വക്കേറ്റ് ആണെങ്കിൽ ആ കർമ്മം, പോലീസുകാരനാണെങ്കിൽ ആ കർമ്മം, ആക്രി പറക്കുന്ന ആളാണെങ്കിൽ ആ കർമ്മം, ഭിക്ഷക്കാരനാണെങ്കിൽ ആ കർമ്മം, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കർമ്മം. അപ്പൊ കർമ്മരാശിയിൽ ആരാണ്? ശുക്രൻ. ഈ ശുക്രനാണ് നിങ്ങൾക്ക് കർമ്മഫലം തരേണ്ട ആള്, കർമ്മത്തിന്റെ ഫലങ്ങൾ ചെയ്യേണ്ട. അദ്ദേഹം ഇപ്പോൾ നിങ്ങൾക്ക് 3-ാം ഭാവത്തിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലദായകനായ ശുക്രൻ മൂലക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ജന്മത്തിൽ കേതു സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും 12-ൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ശുക്രൻ ഇപ്പോൾ അനുകൂലിച്ച് നിൽക്കുന്നു. അതുകൂടാതെ യോഗകാരകത്വമായിട്ടുള്ള നിങ്ങളുടെ യോഗകാരകനാരാണ്? മകം പൂരോത്തരത്തിൽ കാലുകാരുടെ യോഗകാരകൻ എപ്പോഴും ചൊവ്വയായിരിക്കും. ഈ ചൊവ്വ നമുക്ക് വളരെയധികം ഗുണമായിട്ട് നിൽക്കുന്നു. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ ധനത്തിന്റെ അധിപനും ചൊവ്വയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നത് നമുക്ക് ബുധനും ഇവർ രണ്ടൊരു ശത്രുക്കളാണെങ്കിൽ പോലും ഈ 2 ഗ്രഹങ്ങൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് നല്ലതാണെന്നും അഷ്ടമശനി ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു പൂജ ചെയ്യുക, വിഷ്ണു ഭഗവാൻ അഭിഷേകം മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, തുലാഭാരം നടത്തുക, അങ്ങനെ എന്ത് വേണോ അത് ചെയ്യുക. വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ നീലാഞ്ജനം കത്തിക്കുക, നാഗദൈവ പ്രീതി വരുത്തുക. ഇത് 3 കാര്യങ്ങളും നിങ്ങൾ പ്രധാനമായിട്ടും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മകം പൂരോത്തരത്തിൽ കാലുകാരുടെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും. ഇനി അടുത്തായിട്ട് കന്നിക്കൂറുകാർ, ഇവിടെയാണ് ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നത്. ശുക്രൻ നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മറുവാണ്. ധനം നിങ്ങളുടെ ജാതകപ്രകാരം 3-ാം ഭാവാധിപത്യത്തിന്റെ ആധിപത്യവും അഷ്ടമത്തിന്റെ ആധിപത്യവും ഒരുപോലെ വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. എപ്പോഴും നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു ശുക്രൻ എന്ന് പറയുന്ന ആള് ധനത്തിന്റെ അധിപനാണെങ്കിലും ധനത്തിന്റെ ആധിപത്യവും വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 അഷ്ടമത്തിന്റെ ആധിപത്യവും ഒരുപോലെ വഹിക്കുന്ന ഗ്രഹമാണ് ശുക്രൻ. അപ്പം നിങ്ങൾക്ക് ധനത്തിന്റെ ആധിപത്യവും ഭാഗ്യത്തിന്റെ ആധിപത്യവും ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി, ക്ഷമിക്കുക. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു ഗ്രഹമാണ് ശുക്രൻ. ശുക്രൻ നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ ആധിപത്യവും ധനത്തിന്റെ ആധിപത്യവും വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുക്രൻ നമുക്കിപ്പോൾ മൂലരാശിയായിട്ടുള്ള മൂലക്ഷേത്രമായിട്ടുള്ള തുലാം രാശിയിൽ വന്നിട്ടുള്ളത് ധനപരമായിട്ടുള്ള പുരോഗതി, ഐശ്വര്യം, ആഭരണം, ഇതിനകത്ത് പറയുന്ന എല്ലാ അനുകൂല ഫലങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു സമയമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. ഒന്ന് വേണേ ഓടിച്ചു പറയാം. സൗന്ദര്യം, ഭാര്യ, ലൗകിക സുഖം, മദനകാര്യം, ആഭരണം, അലങ്കാരം, ശയനം, നൃത്തം, ശൃംഗാരം, സംഗീതം, ചിത്രകല, അഭിനയം, കാവ്യകല, പ്രണയം, ലൈംഗികാസക്തി, രജോഗുണം, വിവാഹം, മധുരപ്രിയത്വം. പിന്നെ ദോഷമായിട്ട് പറയുന്നത് ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന അവസ്ഥ, ലൈംഗിക രോഗം വരാനുള്ള സാധ്യതകൾ, അങ്ങനെയുള്ള വിഷയങ്ങളും കൂടി അവിടെ ദോഷമായിട്ട് പറയുന്നുണ്ട്. കഫം, പ്രകൃതി, വാതരോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. വേശ്യാശ്രീ സംഘം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ദോഷങ്ങളൂടെ പറയുന്ന ഒരു ഗ്രഹമാണ്. അതിൽ നല്ലതിനെ എടുക്കാൻ വാഹനസുഖം ഉണ്ടാകുക, സ്വർണം വെള്ളി ആഭരണങ്ങൾ കൈക്കലാക്കുക, വാഹനം നേടുക, വാഹനം മാറിയെടുക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഗുണഫലവും കൂടി പറയുന്ന ഒരു സമയമാണ്. വ്യാഴം നിങ്ങൾക്ക് പറയുന്നത് എന്താണ്? ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്, കണ്ടകശനിയുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം എന്ന് വെച്ചാൽ 12 നിൽക്കുന്ന കേതു വിദേശത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരേരം കന്നിക്കൂറുകാർ ചെയ്യുക. അതുപോലെ നീലാഞ്ജനം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, നാഗദൈവ പ്രീതി വരുത്തുക. ശുക്രൻ അനുകൂലിച്ച് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഗുണമുണ്ട്. ശുക്രൻ മേടം രാശിയിൽ നിന്നാൽ അല്ലെങ്കിൽ ശുക്രൻ മേടത്തിൽ നിൽക്കുന്നവർക്ക് ധനം, ദേശാധിപത്യം, ഗ്രാമദേശാധിപത്യം, കീർത്തി, സുന്ദരികളുമായി സഹവാസം, പുതിയ സൗഹൃദങ്ങൾ, ശത്രുനാശം എന്നിവ വരും എന്ന് ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നു. അപ്പം ശുക്രൻ ഇവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇടവൻ രാശിയിൽ നിൽക്കുന്നവർക്ക് ഇപ്പം മേടൻ രാശിക്കാർക്ക് മേടം രാശിയിൽ നിന്നാൽ ശുക്രൻ മേടത്തിൽ വന്നാൽ അങ്ങനെയുള്ള ഫലമാണ് പറയുന്നത്. ഇപ്പം ശുക്രൻ എവിടെയാണ് നിൽക്കുന്നത്? തുലാത്തിലാണ് നിൽക്കുന്നത്. പദവി, ധനം, സൗഖ്യം, ഉല്ലാസം, ഭൃത്യഗുണം, കീർത്തി എന്നിവ വന്നു ചേരും. ആർക്ക്? തുലാക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മേടക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും അതുപോലെ തന്നെ കർക്കിടക കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും ഇത്രയും ഗുണഫലങ്ങളും വന്നു ചേരും എന്നും ജ്യോതിഷഫലമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കുറിക്കുക. നന്ദി, നമസ്കാരം.